അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലിയ ഒരു ദുഃഖ വാർത്തയാണ് ബഹുമാനപ്പെട്ട ടി.എസ്. ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ അവരുടെ വിയോഗം ഇസ്ലാമിക വിജ്ഞാനം ലോകത്തിന് തീരാ നഷ്ടമാണ്. അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയായിരുന്നില്ല, മറിച്ച് അറിവിൻ്റെയും വിനയത്വത്തിൻ്റെയും പര്യായമായ ഒരു തികഞ്ഞ പണ്ഡിതനായിരുന്നു. കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ എന്ന മഹാനായ പണ്ഡിതൻ്റെ പൗത്രൻ എന്ന നിലയിൽ വിജ്ഞാനത്തിൻ്റെ പാരമ്പര്യം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. സമസ്ത മുഷാവറ അംഗമെന്ന നിലയിൽ മുസ്ലിം ഉമ്മത്തിനെ നേർവഴിക്ക് നയിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച മഹാനായിരുന്നു. പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ആകാശഭൂമികൾ പോലും പണ്ഡിതന്മാർക്ക് വേണ്ടി പാപമോചനം തേടുമെന്ന് ഹദീസിലുണ്ട്. വിദ്യയിലൂടെയും ജീവിതത്തിലൂടെയും അദ്ദേഹം സമൂഹത്തിന് നൽകി വെച്ച വെളിച്ചം എന്നും നിലനിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം ഒരു വ്യക്തിയുടെ മരണം മാത്രമല്ല, ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു അധ്യായത്തിൻ്റെ അന്ത്യമാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കട്ടെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്, വഇന്നൽ ഉലമാ വറസത്തുൽ അംബിയ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. അവരുടെ മരണം അത് സമൂഹത്തിന് വലിയ നഷ്ടമാണ്. ഒരു പണ്ഡിതൻ വിടവാങ്ങുമ്പോൾ ആ വിജ്ഞാനമാണ് ലോകത്ത് നഷ്ടമാകുന്നത്. ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദ് വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. വിജ്ഞാനം ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തെ ഉയർത്തപ്പെടതല്ല, പണ്ഡിതന്മാരുടെ വിയോഗമാണ് എന്നാണ് ഹദീസിലൂടെ പറയുന്നത്. അള്ളാഹു തൻ്റെ അടിമകളിൽ നിന്ന് അറിവിനെ ഒറ്റയടിക്ക് ഉയർത്തപ്പെടുമെന്നല്ല, മറിച്ച് പണ്ഡിതന്മാരുടെ മരണത്തിലൂടെയാണ്. വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ, ഉലമാക്കൾ മരിക്കലോട് കൂടിയാണ് വിജ്ഞാനം ഇല്ലാതെയാകുന്നത്. മരണമെന്നുള്ളത് അള്ളാഹുലേക്കുള്ള മടക്കമാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ. ഒരു വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അമലുഹു, അവൻ്റെ എല്ലാം പ്രവർത്തനം അതോടുകൂടി തീരും. മനുഷ്യൻ മരണപ്പെട്ടാൽ 3 കാര്യങ്ങൾ ഒഴികെ അവൻ്റെ കർമ്മങ്ങളെല്ലാം മുറിഞ്ഞു പോകുന്നതാണ്. അതിൽ ഒന്ന് ഇല്ലാ മിൻ സ്വദഖത്തിൻ ജാരിയ, ജാരിയായ സ്വദഖ, ഔ ഇൽമിൻ യന്തഫിഉ ബിഹി, ഉപകാരപ്രദമായ ഇൽമു, വവലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അവനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കൾ. അതല്ലാത്ത എല്ലാം മുറിഞ്ഞു പോകുമെന്നാണ് ഹദീസിൽ പഠിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ മരണം, ടി.എസ്. ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം അത് എന്നും ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് ശിഷ്യന്മാരുള്ള വലിയൊരു പണ്ഡിതനായിരുന്നു. മരണവാർത്ത കേട്ടപ്പോൾ വലിയ ദുഃഖമായി. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു വജഅൽ ഖബ്റഹു റൗദത്തൻ മിൻ റിയാദിൽ ജന്ന. അല്ലാഹു അദ്ദേഹത്തിന് നീ പൊറുത്തു കൊടുക്കണമേ, കരുണ ചെയ്യണമേ, ആശ്വാസം നൽകണമേ. അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കുക റഹ്മാനെ. അദ്ദേഹത്തെ ഞങ്ങളെല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ നിന്ന് ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. സാധിക്കുന്നവരെല്ലാവരും ഒരു ഫാത്തിഹ സൂറത്ത്, അതല്ലെങ്കിൽ ഒരു ഇഖ്ലാസെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിൽ സാധിക്കുമെങ്കിൽ സൂറത്ത് യാസീൻ ഓതി അദിയ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല മരിക്കുമ്പോൾ നല്ല മരണം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.